ഹലോ ഫ്രണ്ട്സ്, അമാനി പൊന്നു വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ മേലെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോണത്. ഞാനും ഋതിക്കുട്ടിയും കൂടി കേട്ടോ പോണത്. അനിഷേട്ടനും പിന്നെ ഋതുട്ടനും കൂടെ ചാത്തല്ലൂർ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി ഇങ്ങനെ പോരണം വിചാരിക്കുന്നു. അപ്പോൾ കുട്ടീനെ, പാപ്പൻ്റെ കുട്ടീൻ്റെ ചെറിയ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ കുട്ടീനെ ഒന്ന് കാണും വിചാരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എങ്ങടാണ് ഈ മലേൻ്റെ മേലേക്ക് എന്ന്. മലേൻ്റെ മേലെ തന്നെയാണ് കേട്ടോ എൻ്റെ വീടുള്ളത്. ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ഞങ്ങളെ വീട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് തിരുവാച്ചോല എന്നാണ് കേട്ടോ പറയുക. വെള്ളയിൽ തിരുവാച്ചോലയാണ് കേട്ടോ ഇവിടേക്കുള്ള സ്ഥലപ്പേര്. അപ്പം ഞങ്ങൾ അങ്ങനെ പോയോണ്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഈ ഒരു സൈഡിലൂടെയൊക്കെ കാണാൻ. കുറേ മലകളാണ് കേട്ടോ, കുറേ സ്ഥലങ്ങൾ നമ്മളെ ഈ ഏരിയയിൽ കൂടെയൊക്കെ കാണാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ചോലകളുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ തിരുവാച്ചോല എന്ന് പേര് വന്നത്. ഇപ്പോൾ ടാറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആദ്യ സമയത്തൊക്കെ കട്ട് റോഡായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏതായാലും ടാറിങ്ങൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. നമ്മൾ ആ സൈഡിൽ കാണുന്ന വ്യൂ ഒക്കെ ഇല്ലേ, അതാണ് കേട്ടോ അരീക്കോട് ഏരിയയാണ് കേട്ടോ കാണുന്നത്. മദർ ഹോസ്പിറ്റലിൻ്റെ ഭാഗമൊക്കെ ഇവിടെ നമുക്ക് കാണാം കേട്ടോ. പകൽ കാണുന്നതിനേക്കാളും രസം രാത്രിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം വീട്ടിലെത്താറായിട്ടുണ്ട്. അപ്പോൾ അമ്മേനോട് പറയാതെയാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി നേരെ അടുക്കളയ്ക്കാണ് കേട്ടോ പോവുക. എൻ്റെ ഒരു സ്വഭാവം കേട്ടോ, ഇവിടെ അമ്മേൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ചോറും ചെമ്പ് തപ്പാനാണ് കേട്ടോ ഞാൻ പോവുക. അങ്ങനെ ഡൈനിങ് ഹാളിലെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വെച്ച് നേരെ അടുക്കളയ്ക്ക് പോരുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ എന്താ കഴിക്കാൻ എടുക്കട്ടെ വെച്ചിട്ടാണ് അമ്മയും വേഗം ഓടിയത്. ഞാൻ അമ്മേനെ കാത്തിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ നിൽക്കുന്നത് ആരാ അറിയോ, ഇതാണ് കേട്ടോ എൻ്റെ കിട്ടു അനിയനാണ് കേട്ടോ. ഓന് എന്താ പറയുക, അവനുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ്. അമ്മേനെ ഹെൽപ്പ് ചെയ്യല്ലോ കേട്ടോ. ഹെൽപ്പ് ചെയ്യും കേട്ടോ, അമ്മേനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഉള്ള കാര്യം നമ്മൾ പറയണമല്ലോ അല്ലേ. അപ്പോൾ ഓന് ഫുഡൊക്കെ ഉണ്ടാക്കി നിൽക്കുകയാണ്. നമുക്ക് ഇവിടെ എന്താ ഉള്ളത് നോക്കാം കേട്ടോ. നല്ല രാവിലത്തെ പുട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് നല്ല പൊരിച്ച മീൻ, കോര, അയില, അതുപോലെ നമ്മളിവിടെ കറിയും വെക്കും കേട്ടോ. കോര നല്ല ടേസ്റ്റാണ്. തക്കാളിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് വെളിച്ചെണ്ണ തുളിച്ചു കൊടുത്താൽ നല്ല രസമാണ് കേട്ടോ. പിന്നെ നല്ല മഞ്ഞൾപ്പൊടിയും കുരുമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. പിന്നെ അതുപോലെ നല്ല ചക്കക്കൂട്ടാനാണുള്ളത്. നല്ല രസമാണ് ചക്കക്കൂട്ടാൻ. നല്ല കടുകൊക്കെ ഇട്ട് വറവിട്ട് വെച്ചതാണ്. കൂടുതലൊന്നും ഞാൻ കഴിക്കില്ല, കുറച്ചൊക്കെ ഒന്ന് ടേസ്റ്റിന് കഴിക്കും കേട്ടോ. പിന്നെ ചോറും. അങ്ങനെ ഞാനിതെല്ലാം കൂടെ കൂട്ടിയിട്ട് ചോറ് കഴിക്കട്ടെ വെച്ച്. മാമക്കുട്ടി പിന്നെ ഋതിക്ക് ചീച്ചു കഴിക്കാണ്ട് പറഞ്ഞപ്പോൾ ഓളെ സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ചോറിനല്ലേ, അപ്പോൾ അന്നം കാണാതെ വന്നതാന്നുള്ളതൊക്കെ ആവൂലേ. അങ്ങനെയൊക്കെ ഓൻ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇളക്കും കേട്ടോ. പക്ഷേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഒരു രസമാണ് അല്ലേ, നമ്മൾ എപ്പോഴേലും വീട്ടിൽ വരുമ്പോഴല്ലേ. അപ്പോൾ ഓനിങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഇനി ഞങ്ങൾ മേലേക്കൊന്ന് പോയി നോക്കട്ടെ, തറവാട്ടിലേക്ക്. കുട്ടി അവിടെയാണ് കേട്ടോ ഉള്ളത്. ചെറിയ പാപ്പൻ തറവാട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ മേലെ നിന്ന് പോവാച്ചു. അപ്പോൾ ഞാനും ഋതിക്കുട്ടിയും കൂടെ അങ്ങനെ മേലേക്ക് പോവാണ്. പിന്നെ അവിടെ പാപ്പൻ കടയിൽ പോയതാണ്. അച്ചമ്മ പിന്നെ അച്ചമ്മേൻ്റെ അച്ഛൻ്റെ ആണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടിയിട്ട് അച്ചമ്മേൻ്റെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അച്ചമ്മയും പാപ്പനൊന്നും അവിടെ ഉണ്ടാവില്ല. ഞങ്ങൾ കുട്ടിയും മേമയും പിന്നെ മിത്തും ചിപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് പോരാന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുക. പിന്നെ ഇവിടെ വന്നാൽക്ക് പാപ്പന്മാരെ വീടൊക്കെ അടുത്തടുത്ത്. അപ്പോൾ 3 സ്ഥലത്തൊന്നും ഒപ്പിട്ട് പോരാഞ്ഞാലൊരു സമാധാനമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞ് വീട്ടിൽ കുറച്ച് നേരം ഇരുന്നിട്ട് എല്ലായിടത്തും പോയി എല്ലാവരെയും കണ്ടൊന്ന് വരും കേട്ടോ. എനിക്ക് അതേ ശീലമായതാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന ഈ സമയത്ത് ഋതിക്കുട്ടിയാണ് കേട്ടോ ഭയങ്കര സന്തോഷം. എന്താ വെച്ചാൽ ഓൾക്ക് കളിക്കാനും മിത്തു ചേച്ചി ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഓൾക്ക് മിത്തുവോ അനിയത്തീൻ്റെ കുട്ടി ആരെങ്കിലും വേണം കേട്ടോ. അപ്പോൾ മിത്തുട്ടി ഞങ്ങളെ കണ്ട സന്തോഷത്തിൽ മേമേൻ്റെ അടുത്ത് പറയാൻ പോയതാട്ടോ. ഇതാട്ടോ ഞങ്ങളെ കുട്ടൂസൻ ആദ്യക്കുട്ടന്. അവൻ നല്ല ഉറക്കമാണ് കേട്ടോ. ഞങ്ങൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു കണ്ടിട്ട്. ആൾ കുറേ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണർത്തിയിട്ടില്ല, മേമ പറയലുണ്ട് രാത്രി ഉറക്കില്ലാന്ന്. അപ്പോൾ ഇനി രാത്രി എല്ലാവരെയും സൂപ്പാക്കാൻ വേണ്ടിയിട്ടോ ഇപ്പോൾ സുഖമായിട്ട് ഉറങ്ങുക കേട്ടോ. അപ്പോൾ ഞാനും മേമയും ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഋതിയും മിത്തുക്കുട്ടിയും അപ്പോൾ കളിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. ഒരിതാ ബുക്കും പെൻസിലും ഒക്കെ എടുത്തിട്ട് ഓല് കളിക്കാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ. ഓൾക്ക് പിന്നെ മിത്തുട്ടി ആയാൽ മതി. അപ്പോൾ
ആ ഒരു സന്തോഷത്തിലാണ് ഋതിക്കുട്ടി നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ല നല്ല വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, ബൈ.